നമസ്കാരം. ഞാനിന്നിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി വന്നത് നമ്മുടെ കുട്ടികളുടെ ലഹരിക്ക് നമ്മളെ കുട്ടികളെ അടിമപ്പെട്ടിട്ട് നമ്മളെ സമൂഹം വളരെയധികം ഭീതിജനകമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ സൂക്ഷിക്കുക. ഇന്നത്തെ കാലത്തൊക്കെ അതൊന്നും ഇല്ലാതെ ഒരു കുട്ടി എന്താ പറയുക വളർന്ന് വലുതാവുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. കാരണം അത്രയധികം എന്താ പറയുക അത്രയധികം ഡേഞ്ചറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉമ്മ ആരാന്നോ വാപ്പ ആരാന്നോ അനിയൻ ആരാന്നോ മനസ്സിലാവാത്ത രീതിയിൽ ഇവരൊക്കെ ഉപദ്രവിക്കുക കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വാർത്ത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സുകാർ ട്യൂഷൻ സെൻറ്ററിൽ തമ്മിൽ അടി കൂടിയിട്ട് ഒരു കുട്ടി മരിച്ചു എന്നുള്ളതാണ്. അവരെ ഇൻസ്റ്റാഗ്രാമിലെ വോയിസ് റെക്കോർഡൊക്കെ പാടുന്ന ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കാണുകയുണ്ടായി. വളരെയധികം എന്താ പറയുക കുട്ടികൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇത്ര അധികം ഡേഞ്ചറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് വളരെയധികം സൂക്ഷിക്കണം. രക്ഷിതാക്കൾ സൂക്ഷിക്കുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നമ്മൾ ഉമ്മമാർക്ക് ഉപ്പമാരേക്കാൾ കൂടുതൽ നമ്മളെ അമ്മമാർക്ക് നമ്മളെ ദിവസം കാണുന്നവർ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളെന്നും വരുന്ന രീതിയിൽ നിന്നൊരു വ്യത്യാസം കാണുമ്പോൾ നമ്മളെ അമ്മമാരില്ലെങ്കിൽ ഉമ്മമാർക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ വാപ്പമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ അറിയിച്ച് അതിന് തക്കതായ അവന് നല്ല കൗൺസിലിങ് കൊടുത്ത് അത് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മളെ മക്കളെ ഒരു എന്താ പറയുക ഒരു ഫിറ്റ്നസ്സിലേക്കോ അല്ലെങ്കിൽ ഫുട്ബോളിലേക്കോ ക്രിക്കറ്റ് എന്ത് സ്പോർട്സ് ഐറ്റംസിലേക്കാണെങ്കിൽ ഇറക്കിയിട്ട് അവരെ അതിൽ എൻഗേജ് ആക്കുക. അപ്പം എന്താ ഫുട്ബോളിൽ ഇറങ്ങി ഇന്നിപ്പോൾ കളിച്ചു, അതൊരു വെറിയാവണം. ഇന്ന് തോറ്റു നാളെ ജയിക്കണം. അപ്പോൾ അവർ തമ്മിൽ അവിടെ വർത്താനം ഉണ്ടാവും. കാണിച്ചുതരാം നാളെ കാണിച്ചുതരാം. അപ്പോൾ ആ വാശി നാളെ ജയിക്കണം, അങ്ങനെ ഒരു മൈൻഡ്, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആക്കി മാറ്റുക. അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വലിയൊരു ലോകമാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ എന്താണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഫിറ്റ്നസ് ആണ്, ക്രിക്കറ്റിനാണ്, ഫുട്ബോളാണെങ്കിലും എന്താണെങ്കിലും ഏതിലെങ്കിലും ഇതിൽ എൻഗേജ് ആയ ഇതിൽ നിന്നൊക്കെ മാറി വരാൻ അടിപൊളിയായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ സമൂഹം വളരെയധികം ഡേഞ്ചർ അവസ്ഥയിലാണ്. നിങ്ങൾ പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കളിക്കാൻ ഇതിനൊന്നും വിടാതെ ഒരു സ്ഥലത്ത് മാത്രം ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അവസ്ഥ ഡേഞ്ചറാണ്. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അവരെ സൂക്ഷിക്കണം. അത് മാത്രമേ പറയുള്ളൂ. പിന്നെ നമ്മൾ മക്കളോട് നിങ്ങൾ ഇതിലൊന്നും പെടാതിരിക്കുക. നിങ്ങളിതിലൊക്കെ പെടുമ്പോൾ എന്താ പറയുക അത് നിങ്ങളെ ഭാവി ഇല്ലാണ്ടാവും. നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് നിങ്ങളെ ഭയങ്കര വെറുപ്പായി മാറും, ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി മാറും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. ഇതുകൊണ്ട് അതാണ് ഉണ്ടാവുക, ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി മാറും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. ഇതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇതിലുള്ള ആളുകളൊക്കെ നല്ലത് തോന്നിയിട്ട് മാറി വരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.